പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാനഡയിൽ നിന്ന് വന്ന പരാതി വെറും ഒരു ആരോപണമല്ല, മറിച്ച് എം.എൽ.എ അഴിയണിക്കാൻ പോകുന്ന ആയുധങ്ങളെന്ന് വ്യക്തം. പീഡനത്തിനും ഗർഭഛിദ്രത്തിനും കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഗർഭം അലസിപ്പോയെങ്കിലും ആ ഭ്രൂണം യുവതി ശാസ്ത്രീയ തെളിവായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെ DNA പരിശോധനയിൽ നിന്ന് രാഹുലിന് ഒഴിഞ്ഞു മാറാനാകില്ല. ഇതോടെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആരെന്ന് വ്യക്തമാകുന്ന തരത്തിലേക്ക് കേസ് മാറും. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതിയെ രാഹുൽ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് ഇരയാക്കിയെന്നായിരുന്നു മൊഴി. എന്നാൽ ഗർഭം അലസിപ്പോയ ഭ്രൂണം യുവതി തെളിവായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ രാഹുൽ DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിരുന്നു. എന്നാൽ യുവതിയുടെ കൈവശമുള്ള ഈ തെളിവ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച സത്യം പുറത്തുവരും. ഇത് കേസിൽ നിർണായക വഴിത്തിരിവാകും. കോടതിയെയും പോലീസ് ഇതറിയിക്കും. കേരളത്തിലെ പീഡന കേസുകളുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തെളിവുകളുമായിട്ടാണ് യുവതി പോലീസിനെ സമീപിക്കുന്നത്. ബലാത്സംഗത്തിന് പുറമെ രാഹുൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടതും യുവതിയിൽ നിന്ന് പലപ്പോഴായി ലക്ഷങ്ങൾ കൈക്കലാക്കിയതും വെറും ആരോപണമല്ലെന്ന് ബാങ്ക് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. രാഹുലിന്റെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ അക്കൗണ്ടിലേക്കും യുവതി പണം കൈമാറിയതിന്റെ കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. കൂടാതെ വില കൂടിയ വാച്ചുകൾ വാങ്ങി നൽകിയതിന്റെ ബില്ലുകളും പോലീസ് ശേഖരിച്ചെന്നും സൂചനയുണ്ട്. ഒരാഴ്ച മുമ്പാണ് കാനഡയിൽ നിന്ന് യുവതിയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. പരാതി ഗൗരവമാണെന്ന് കണ്ടതോടെ പൂങ്കുഴിയിലെ IPSന്റെ നേതൃത്വത്തിൽ രഹസ്യാന്വേഷണം തുടങ്ങിയിരുന്നു. യുവതി കാനഡയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നൽകിയ മൊഴിയും ബാങ്ക് രേഖകളും ഒത്തുനോക്കിയ ശേഷം മാത്രമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പരാതിക്കാരി ഉടൻ കാനഡയിൽ നിന്ന് നാട്ടിലെത്തി നേരിട്ട് മൊഴി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ സമാനമായ പരാതികൾ ഉയർന്നപ്പോൾ രാഹുൽ രാഷ്ട്രീയമായി പ്രതിരോധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇമെയിൽ വഴി പരാതി കൊടുക്കാൻ യുവതി തയ്യാറായതോടെ പോലീസിന് നിയമപരമായി മുന്നോട്ട് പോകാൻ വഴി തുറന്നു. ആദ്യ 2 കേസുകളിൽ കോടതി സംരക്ഷണം കിട്ടിയെങ്കിലും ഈ 3-ാം കേസിൽ ഭ്രൂണവും ബാങ്ക് രേഖകളും തെളിവായി എത്തുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകുമെന്ന കാര്യം ഉറപ്പാണ്. മുമ്പും ഈ യുവതിയുടെ കാര്യം പോലീസ് അറിഞ്ഞിരുന്നു. എന്നാൽ അന്നൊന്നും രേഖാമൂലം പരാതി നൽകിയില്ല. ഇപ്പോൾ തയ്യാറാവുകയും ചെയ്തു. 3-ാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിനിയായ യുവതി ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാത്രി 12:30 പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ പിടികൂടുന്നത്. ആദ്യ പരാതിക്ക് സമാനമാണ് ഇപ്പോഴത്തെ പരാതി. കാനഡയിൽ നിന്നാണ് മൊഴി പോലീസിന് കിട്ടിയത്. വനിതാ പോലീസ് അടക്കം 8-അംഗ സംഘമാണ് അതീവ രഹസ്യമായി ഹോട്ടലിലെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചെടുത്ത ശേഷമായിരുന്നു പരിശോധന. നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലിനെ ചോദ്യം ചെയ്തു വരികയാണ്. രാഹുലിനെതിരെ നിലവിൽ 3 ബലാത്സംഗ കേസുകളാണുള്ളത്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും 2-ാമത്തെ കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ പരാതിയിൽ അതീവ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെട്ടതിനാൽ MLA അറസ്റ്റ് രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. MLA മേൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ലെന്ന് DCC അധ്യക്ഷൻ A തങ്കപ്പൻ പറഞ്ഞു. MLA സ്ഥാനത്ത് തുടരണോ എന്ന് രാഹുൽ തീരുമാനിക്കണം. കോൺഗ്രസിനെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുടെ മേൽ നിയന്ത്രണമില്ലെന്നും A തങ്കപ്പൻ പറഞ്ഞു.